മഹാഭാരതം എന്ന് പറയുന്നത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ജസ്റ്റ് ഒരു സ്റ്റോറി അല്ല. പകരം ഒരു മനുഷ്യന്റെ മനസ്സിനകത്തുണ്ടാകുന്ന ഇന്നർ കോൺഫ്ലിക്റ്റ് കാരണം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് ഞാൻ പറഞ്ഞേക്കുന്നതല്ല. അനലിറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ യങ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ ബേസ് ചെയ്തിട്ട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന പാർട്ട് തന്നെ എന്താണ്? യുദ്ധത്തിന്റെ കണ്ടീഷനിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഏറ്റവും സ്റ്റക്കായിട്ട് അർജുനൻ നിൽക്കുന്ന സമയത്ത് അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന കുറെ ഗൈഡൻസ്, അഡ്വൈസുകളൊക്കെ ആണ്. അർജുനൻ യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തം മനസ്സിനോട് തന്നെയാണ്. ആൾ എങ്ങും പറഞ്ഞേക്കുന്നത് അത് തന്നെയാണ്. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഫൈറ്റ് ആണ് ഈ കുരുക്ഷേത്ര യുദ്ധമായിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത്. ഞാനും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. എന്റെയും പുതിയൊരു സൈക്കോ തെറാപ്പി മെത്തേഡിന്റെ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ഞാൻ റീവെയർ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സൈക്കോ തെറാപ്പി മെത്തേഡ്സ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതിനെ കുറിച്ചിട്ട് കണ്ടപ്പോ ഇതും വായിച്ചു നോക്കി. മഹാഭാരതത്തിന്റെ കഥ വളരെ സിമ്പിൾ ആണ്. ഒരു സൈഡിൽ പാണ്ഡവന്മാര് 5 പേര്, അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളവരായിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഒരു സൈഡിൽ കൗരവന്മാര് 100 പേരും ഒരു സിസ്റ്ററും ഉണ്ട്. ഇനി ഇതെങ്ങനെ സൈക്കോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഞാനെന്ന് പറഞ്ഞേക്കാം. പഞ്ചപാണ്ഡവന്മാര് 5 പേരെന്ന് പറഞ്ഞില്ലേ, യഥാർത്ഥത്തില് ഈ 5 വ്യക്തികളല്ല അവിടെ ഉള്ളത്. ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വാളിറ്റീസ് ആണ്. ഉദാഹരണമായിട്ട് യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് ധർമ്മപുത്രൻ എന്നാണ്. മോറൽ വാല്യൂസ്, ധർമ്മത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അടുത്ത ആള് ഭീമനാണ്, സ്ട്രെങ്തും ധൈര്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അർജുൻ ആണെന്നുണ്ടെങ്കിൽ മൈൻഡിൽ നല്ല ഫോക്കസ് ഉള്ള ഒരു വ്യക്തിയാണ്. നകുലനുണ്ട്, സഹദേവനുണ്ട്. നകുലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിയാണ്, സഹദേവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്ഡം ആണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട 5 ക്വാളിറ്റീസിനെ 5 വ്യക്തികളായിട്ട് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്തേക്കുവാണ് പാണ്ഡവന്മാരെന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് കൗരവന്മാരും. നമുക്ക് 100 കണക്കിന് നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട്. അത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, ആരുടെയും പുറത്തല്ല. എല്ലാവർക്കും നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. നമ്മൾ പറയത്തില്ല 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഒരു നമ്പർ പറയുന്നതേ ഉള്ളൂ. കൗരവന്മാരുടെ ഈ നെഗറ്റീവ് ക്വാളിറ്റീസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേഡി ക്യാരക്ടർ 101-ാമതായിട്ട് ഉണ്ട്. അതേപോലെ തന്നെ പക്ഷെ പാണ്ഡവന്മാരുടെ സൈഡിൽ ഒരു ലേഡി അവിടെ ഇല്ലായിരുന്നു. ലേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർ എന്ന് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. അത് മെയിൽ ആകാം, ഫീമെയിൽ ആകാം, അങ്ങനെ കാര്യമൊന്നുമില്ല. അങ്ങനെ പാണ്ഡവന്മാരുടെ ഇടയിലേക്ക് സ്വയംവരവും അതിനെ തുടർന്നിട്ട് പാഞ്ചാലിയൊക്കെ വരുവാണ്. ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോറി നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഈ പറഞ്ഞ ക്വാളിറ്റിയും പഞ്ചപാണ്ഡവന്മാരും എല്ലാമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ആവും. എല്ലാവരും പറയാറില്ലേ, ഒരു പെണ്ണ് വന്ന് കയറി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാകും എന്നുള്ളത്. പ്രോബ്ലം ആകുകയല്ല. അങ്ങനെ ഒരു പാർട്ട്ണർ നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. നമ്മളുടെ ക്വാളിറ്റി, പോസിറ്റീവ്സ്, നെഗറ്റീവ്സ് ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നത്. ഏതാണ് കൂടുതൽ, ഏതാണ് കുറവ്, ഇതെല്ലാം പറ്റും. പാണ്ഡവന്മാര് പല സമയത്ത് ഷെഡ്യൂൾ വെച്ചിട്ടൊക്കെയാണ് പാഞ്ചാലിയുടെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് ഒരേ സമയം എല്ലാ ക്വാളിറ്റിയും കൂടെ പറ്റത്തില്ല എന്നുള്ളതിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആയിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത് എന്ന് പറയുന്നത്. പാഞ്ചാലിയെ സഭയില് പണയം വെച്ച് ചൂത് കളിക്കുന്ന സമയത്ത് പോലും ബാക്കി 4 പേരോട് സംസാരിച്ചിട്ടോ ഡിസിഷൻ എടുത്തിട്ടോ ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് അവിടെ കാണിക്കുവാണ്. പേരൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പാർട്ണർ ലൈഫിലേക്ക് വരുമ്പോൾ ഇതിനകത്തുനിന്ന് പലരിൽ നിന്നും അല്പം ഒന്ന് സെപ്പറേറ്റ് ആകേണ്ടതായിട്ട് വരും. നമ്മളെ പല നെഗറ്റീവ്സ് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. സ്നേഹം മാത്രം കാണിച്ചാൽ മതിയോ, ധൈര്യം മാത്രം കാണിച്ചാൽ മതിയോ? ഒരിക്കലല്ല. എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ണർ കൺവിൻസ് ആവത്തുള്ളൂ. സ്വയം നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി കിട്ടുന്ന ഒരു ചാൻസ് ആണ് ആ ഏജിൽ നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഫൈറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ പോസിറ്റീവ് ക്വാളിറ്റീസും നെഗറ്റീവ് ക്വാളിറ്റീസും തമ്മിലാണ്. നേരത്തെ പറഞ്ഞ 5 പാണ്ഡവന്മാരുടെ 5 പോസിറ്റീവ് ക്വാളിറ്റീസ് ഒരു സൈഡ് നിൽക്കുമ്പോൾ നമുക്കുള്ളിൽ തന്നെ ഉള്ള ഒരുപാട് നെഗറ്റീവ് ക്വാളിറ്റീസ് എതിരെ നിൽപ്പുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ കോൺഫ്ലിക്റ്റ് കൂടി വരികയും ഒരു സ്റ്റേജിൽ നമുക്കൊരു ഡിസിഷൻ എടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് തോന്നും. നമ്മൾ ബഹുമാനിക്കുന്ന എല്ലാവരും പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനു മുമ്പ്. അതാണ് നമ്മളെ ധർമ്മം അല്ലെന്നുണ്ടെങ്കിൽ മോറൽ വാല്യൂസ് എന്നൊക്കെ പറയുന്നത്. ഈ വാല്യൂസിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടേ ചിലപ്പോൾ ആ ഒരു സ്റ്റേജ് നമുക്ക് മറികടന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, ചിലർ അവിടെ ഫെയിൽ ആയി പോകും. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് യഥാർത്ഥത്തിൽ അർജുനൻ നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഗൈഡൻസ് ആണ് എങ്ങനെ ആ ഒരു സ്റ്റേജിനെ ഓവർകം ചെയ്യാന്നുള്ളത്. അതാണ് ഭഗവത്ഗീത എന്നുള്ള പാട്ടിൽ. മഹാഭാരതത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഒരു സൈക്കോ തെറാപ്പി മെത്തേഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഇപ്പൊ നിലവിലുള്ള ഇപ്പൊ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആയിക്കോട്ടെ, സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിക്കോട്ടെ, ഏതിനകത്താണെന്നുണ്ടെങ്കിലും ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം ഏകദേശം ഈ പറഞ്ഞ ഭഗവത്ഗീതയിൽ ആ ഒരു ഓർഡർ തന്നെ ഫോളോ ചെയ്ത് വരാറുണ്ട്. സിംബോളിക് ആയിട്ട് മറ്റൊരു രീതിയിലാണ് എന്നുള്ളതൊക്കെ ഉള്ളൂ. അപ്പൊ ആ ഒരു ഭാഗമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് അറിയാനായിട്ട് പറ്റുന്നത്. ആ ഒരു സ്റ്റേജിൽ ഒന്ന് ആലോചിച്ച് നോക്കുക.
അർജുനന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ടീച്ചേഴ്സ്, ഭീഷ്മർ ഉൾപ്പെടെ അവരെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം ഓപ്പോസിറ്റ് നിൽപ്പുണ്ട്. അവര് ബഹുമാനിക്കുന്ന ഒരുപാട് പേര് നിൽപ്പുണ്ട്. അവര് സ്നേഹിക്കുന്ന സഹോദരന്മാർ നിൽപ്പുണ്ട്. പക്ഷെ ഇവരെല്ലാവരും നെഗറ്റീവ് ക്വാളിറ്റീസിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. നെഗറ്റീവ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അസൂയ വരാം, ദേഷ്യം വരാം, കള്ളം പറയുന്നത് പറയാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം റെപ്രസെന്റ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുകയാണ്. ഇതിനെല്ലാം എഗൻസ്റ്റ് ആയിട്ട് 5 പേര് ഒന്ന് ഫൈറ്റ് ചെയ്ത് അവിടെ വിജയിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഫൈറ്റ് അങ്ങനെ സ്റ്റാർട്ട് ആവുന്നു. യുദ്ധത്തിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണന്റെ റോൾ എന്ന് പറയുന്നത് അർജുനന്റെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും കണക്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ടാണ്. ഒരു തെറാപ്പിസ്റ്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ ശ്രീകൃഷ്ണൻ ഗൈഡൻസ് കൊടുക്കുകയാണ്. 2 സൈഡിലും നിൽക്കത്തില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കും. 2 സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റീസിനൊപ്പം നിൽക്കത്തില്ല, നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസിനൊപ്പം നിൽക്കത്തില്ല. പകരം സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുക ഏതാണ് ശരിയെന്നുള്ളത് നോക്കിയിട്ട്. അതിനു വേണ്ടിയിട്ട് കൂടുതൽ അർജുനനെ സ്ട്രോങ് ആക്കിക്കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടിട്ടാണ് അർജുനൻ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ റീസൺ തന്നെയാണ്. ഏറ്റവും ഫോക്കസ് കൂടിയിട്ടുള്ള ആളാണ് അർജുനൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നർ മൈൻഡുമായിട്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആളെ അർജുനനായിട്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത്. ഗീതോപദേശം കഴിഞ്ഞുണ്ടാകുന്ന യുദ്ധത്തിലും സംഭവിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. നമ്മളുടെ തന്നെ പോസിറ്റീവ് ക്വാളിറ്റീസ് യൂസ് ചെയ്ത് നമ്മളുടെ തന്നെ നെഗറ്റീവ് ക്വാളിറ്റീസിനെ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കുകയാണ്. ഈ നെഗറ്റീവ് ക്വാളിറ്റീസിനെ സപ്പോർട്ട് ചെയ്ത് സ്ട്രോങ് ആക്കി നിൽക്കുന്ന പല ക്യാരക്ടേഴ്സിനെ അതിനകത്ത് കാണാം. നമ്മുടെ ജീവിതത്തിലും അതേപോലെ കാണത്തില്ലേ? അതേപോലെ ക്യാരക്ടേഴ്സിനെ ഒക്കെ ഇല്ലാതാക്കിയ ശേഷമാണ് ആ നെഗറ്റീവ് ക്വാളിറ്റീസ് അവസാനിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കഴിയുമ്പോൾ കുറ്റബോധവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസും ഈ യുദ്ധത്തിന് ശേഷം ശ്രീകൃഷ്ണൻ നൽകുന്നു. അപ്പൊ ശ്രീകൃഷ്ണൻ കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു സൈക്കോ തെറാപ്പിസ്റ്റിന്റെ റോള് തന്നെയാണ്. ഇതെല്ലാം പറഞ്ഞെന്ന് കരുതിയിട്ട് പ്രശ്നമുള്ള എല്ലാവരും ഭഗവത്ഗീത വായിച്ചാലോ മഹാഭാരതം വായിച്ചാലോ റെഡി ആകുമെന്ന് അർത്ഥമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ തന്നെ ഇന്നർ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട്. അത് കണ്ടെത്താനായിട്ട് നിങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് സ്റ്റക്ക് ആയി പോകുന്നത്. ചില സിറ്റുവേഷൻ വരുമ്പോഴത്തേന് നല്ലോണം കൺഫ്യൂസ്ഡ് ആവും, ആങ്സൈറ്റി ഒക്കെ പീക്ക് ആവും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, പരിഹാരങ്ങൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയും നമ്മൾ ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ ഏറ്റവും പീക്കായിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡറിലോട്ടോ ഒക്കെ പോകുന്നതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ, ഒരു സൈക്കോ തെറാപ്പിസ്റ്റിന്റെ സപ്പോർട്ട് എടുക്കുക. ഈ സൈക്കോളജിസ്റ്റിന്റെ അവിടുത്തെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ സൊല്യൂഷൻ നിങ്ങൾക്കുള്ളിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ഉപദേശിച്ചു എടുക്കുക എന്നുള്ളതല്ല. കാരണം എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്ന 100 കാര്യങ്ങൾ കാണും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വർക്കാകത്തില്ല. നിങ്ങളുടെ തന്നെ ഉള്ളിൽ ചിലപ്പോൾ മറിഞ്ഞു കിടക്കുന്ന പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് കാണാം. അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അതേപോലെ തന്നെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വലിയ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടായിരിക്കാം. ആ ബ്ലോക്കുകൾ കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് മെസ്സേജ് കിട്ടാതെ നിങ്ങൾ സ്റ്റക്കായി പോകാം. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടുക എന്നുള്ള റോളേ ഉള്ളൂ. നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, വേറെ ആരുടെ ഉള്ളിലല്ല. അപ്പൊ ആ വിധത്തിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു മാനസിക പ്രശ്നവും ഈ ലോകത്തില്ല. നമ്മൾ അതിനെ നാണക്കേട് കൂടിയോ അല്ല നമുക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് ആൾക്കാരോട് പറയാനുള്ള മടി കാരണമോ ഒക്കെ നമ്മൾ പിന്മാറി നിൽക്കുമ്പോൾ എത്ര വർഷങ്ങളായിരിക്കും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി വരിക. നിങ്ങൾക്ക് ഒരു പനി വരുന്നത് പോലോ തലവേദന വരുന്നത് പോലോ ഒക്കെ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് മാറുകയും ചെയ്യും.